ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു നൈസ് ട്രേഡ്. ദിസ് ഈസ് നിയാസ്. നിഫ്റ്റിയുടെ ഒരു ലാർജർ ട്രെൻഡ് അനാലിസിസിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ എടുക്കുന്നത് ഡെയിലി ടൈം ഫ്രെയിം ഡാറ്റയാണ്. നമ്മൾ യൂസ് ചെയ്യുന്നത് ലിക്വിഡിറ്റി ലെൻസ് അനാലിസിസ് തന്നെയാണ്. അതിൻ്റെ കൂടെ ഫിബൊനാച്ചി എക്സ്റ്റൻഷൻ വരച്ചിട്ട് എങ്ങനെയാണ് അതിൻ്റെ ലീഡിംഗ് ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ നെക്സ്റ്റ് ടാർഗറ്റ് പ്രൈസ് എന്നുള്ളതൊക്കെ ഐഡൻറ്റിഫൈ ആണ് ചെയ്യുന്നത്. സോ നമ്മൾ എപ്പോഴും യൂഷ്വലി ചെയ്യാറുള്ള പോലെ സ്റ്റോക്കിൻ്റെ കേസിലാണെങ്കിലും ഗോൾഡിൻ്റെ കേസിലാണെങ്കിലും ബിറ്റ് കോയിൻ ആണെങ്കിലും ഫോറക്സ് ആണെങ്കിലും ഏത് അസറ്റിൻ്റെ കേസിലും നമ്മൾ ഈ ഒരൊറ്റ സ്ട്രാറ്റജിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു എഫിക്കസി ഉള്ള സ്ട്രാറ്റജിയാണ് എന്നുള്ളത് നമ്മൾ ഇതിനോടകം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ബാക്ക് ടെസ്റ്റഡ് ഡാറ്റയിലും നമുക്കത് കാണാൻ വേണ്ടി പറ്റും. സോ എനിക്ക് പറയാനുള്ളത് വീഡിയോ അവസാനം വരെ കാണാൻ വേണ്ടി നോക്കുക. ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ള ചാർട്ട് എന്ന് പറയുന്നത് നവംബർ 2023 ആണ്. അപ്പം ഇതാണ് നമ്മൾ പാസ്റ്റിലുള്ള സാധനമാണ് കാണിക്കുന്നതെന്ന് കൺക്ലൂഡ് ചെയ്യാതെ അവസാനം വരെ കണ്ടിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ക്യാൻഡിലിൽ സംഭവിക്കുന്നതും അതിൻ്റെ ഫ്യൂച്ചറും കൂടി കണ്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. പലരും അങ്ങനെ വീഡിയോ മുഴുവൻ കാണാൻ പോലുള്ള പേഷ്യൻസ് ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചറിഞ്ഞ് പോകുന്നുണ്ട്. സോ അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അവസാനം വരെ കണ്ടിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറയുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും വിളിച്ചു പറയാൻ നിൽക്കരുത്. ഓക്കെ. സോ അതാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. സോ നമ്മളുടെ ഒരു സ്കീം എങ്ങനെയാണെന്നുള്ളത് ഇതിനോടകം തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഇതാണ് വൈക്കോഫിയൻ ബോക്സ് എന്ന് പറയുന്നത്. വൈക്കോഫിയൻ എന്ന് പറയുന്നത് വലിയൊരു തിയറിയാണ്. സോ ഇവിടെയാണ് ഇതൊരു ഐ.സി.ടി കോൺസെപ്റ്റ് കൂടിയാണ്. ഓക്കെ. നമ്മൾ ഫോളോ ചെയ്യുന്നത് എസ്.എം.സി ആൻഡ് ഐ.സി.ടി കോമ്പിനേഷനാണ്. എസ്.എം.സിയിൽ നമ്മൾ ഫെയർ വാല്യൂം അതുപോലെ തന്നെ ലിക്വിഡിറ്റി ഒക്കെ ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്യും. ഐ.സി.ടിയിലുള്ള വൺ ഓഫ് ദ മെയിൻ കോമ്പണന്റ് ആണ് അല്ലെങ്കിൽ തിയറീസ് ആണ് ഇത്. അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ അത് ഇതിന്റെ കേസിലാണെങ്കിൽ സ്റ്റോക്കിന്റെ കേസിലാണെങ്കിലും ഇൻഡെക്സിന്റെ കേസിലൊക്കെ ആണെങ്കിലും സ്മാർട്ട് മണി പ്രസന്റ് ആയിട്ടുള്ള സ്ഥലത്ത് അവർ ചെയ്യുന്ന ഒരേ ഒരു ടാക്ടിക് അത് തന്നെയാണ്. അവർക്ക് ആവശ്യമുള്ള ഫെയർ പ്രൈസിൽ അവർക്ക് അസറ്റ് കിട്ടണം. അതുകൊണ്ട് ദേ വിൽ ഡു വാട്ട്? ദേ വിൽ ഡു മാനിപ്പുലേഷൻ with the retailers, and then they'll get the fair price, or they'll form the fair price. They'll get maximum quantities for their large orders. സോ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെയും അക്യുമുലേഷൻ്റെ ഏരിയയാണ് അവർ വിചാരിച്ച ഫെയർ പ്രൈസിൽ അവർക്ക് അസറ്റ് കിട്ടാനുള്ള ഒരു ബോക്സാണിത്. സോ ഇവിടെ ഈ നോർമൽ ലിക്വിഡിറ്റി എന്ന് പറയുന്നതൊക്കെ റീറ്റെയിലേഴ്സ് ലിക്വിഡിറ്റിയാണ്. സോ അതൊക്കെ ഹണ്ട് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും? മാക്സിമം ലിക്വിഡിറ്റി എടുക്കും. ഇതിനെയാണ് ഇവിടെ ഒരു സെല്ലിംഗ് പ്രഷർ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും അല്ലേ? സെൽ എന്ന് പറഞ്ഞിട്ട് ഇതാണ് നമുക്ക് ഐഡന്റിഫൈ ആവുന്ന മാനിപ്പുലേഷൻ നമ്പർ 1 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബിയേഴ്സ് എന്ത് ചെയ്യും? ബിയേഴ്സ് വിചാരിക്കും മാർക്കറ്റ് ഇനി താഴെ പോകുകയാണെന്ന് വിചാരിച്ചിട്ട് അവർ അവരുടെ കയ്യിലുള്ള ക്വാണ്ടിറ്റീസ് ഒക്കെ ഇട്ടെറിഞ്ഞിട്ട് അവർ ഓടിപ്പോകും, പേടിച്ചിട്ട് പോകും, പാനിക് സെല്ല് ചെയ്യും അവിടുന്ന്. പക്ഷേ ആക്ച്വലി അത് അവർ ചെയ്യുന്നത്, ആ മാനിപ്പുലേഷൻ അവർ ചെയ്യുന്നത് റീറ്റെയിലേഴ്സിൻ്റെ ആ ഒരു കയ്യിൽ നിന്ന് ചെറിയ ചീപ്പ് റേറ്റിന് അവർക്ക് ആ ഒരു ക്വാണ്ടിറ്റീസ്, കൂടുതൽ ക്വാണ്ടിറ്റീസ് വാങ്ങിക്കാൻ വേണ്ടി ാണെന്നുള്ളതാണ്. ആൻഡ് ദെൻ വി ക്യാൻ സീ ആഫ്റ്റർ ദാറ്റ് മാനിപ്പുലേഷൻ മാർക്കറ്റ് ട്രൈ ടു ഗോ അപ്പ്. ആൻഡ് ദെൻ യു സീ നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു എപ്പോഴും നമ്മൾ പറയാറുള്ള പോലെ ഇതാണ് ഫിബനാച്ചി എക്സ്റ്റൻഷൻ്റെ ടാർഗറ്റ് ബോക്സ് എന്ന് പറയുന്നത്. സോ ഫിബനാച്ചി വരക്കാൻ കഴിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വെബിനാറുകൾ വരുന്നതാണ്. അതുപോലെ തന്നെ ഓഫ്ലൈൻ സെറ്റപ്പിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ്ലൈൻ ആകുമ്പോൾ നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ നമ്മൾ കോഴിക്കോട് ഒരു സെറ്റപ്പ് അതിന് വേണ്ടിയിട്ട് തുടങ്ങുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്നുമല്ല, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കോളേജിലെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ഏരിയയിലാണ്. സോ വന്നിട്ട് വരച്ച് പഠിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്ക് പോകാമെന്നുള്ള രീതിയിലാണ് 1-2 ദിവസം മാക്സിമം. ഓൺലൈൻ ചെയ്യുന്ന സമയത്ത് പലർക്കും ഇത് കൃത്യമായിട്ട് വരക്കാൻ പറ്റുന്നില്ല. എവിടുന്ന് വരക്കണം, എങ്ങനെ വരക്കണം എന്ന് അറിയുന്നില്ല. ഇപ്പം നമ്മളെ കഴിഞ്ഞ വെബിനാറിൽ തന്നെ 50 പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്, ഒരു 30 പേരൊക്കെയാണ് കൃത്യമായിട്ട് വരക്കുന്നത്. വരക്കാൻ അറിയുന്നവർ വളരെ കൃത്യമായിട്ട് നല്ല രീതിയിൽ വരച്ച് നമുക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഇറ്റ്സ് എ ബിഗ് സാറ്റിസ്ഫാക്ഷൻ. പക്ഷേ അതൊന്നുകൂടെ കൂടുതൽ കിട്ടുക നമുക്ക് ഓഫ്ലൈനിലേക്ക് കൊണ്ടുവരുമ്പോഴാണ്. സോ രണ്ടും ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറിലൊന്ന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ. സോ ഇവിടെ നമ്മുടെ ബ്രേക്ക് ഔട്ട് കണ്ടീഷൻ സ്റ്റോക്കിലാണെങ്കിലും ഇൻഡെക്സിലാണെങ്കിലും ഗോൾഡിലാണെങ്കിലും ഒക്കെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് നമ്മുടെ ബ്രേക്ക് ഔട്ട് കണ്ടീഷൻ. ഒരു ബ്രേക്കർ ലിക്വിഡിറ്റി എന്ന് പറയും. ആ ബ്രേക്കർ ലിക്വിഡിറ്റിനെ ബൈയിങ് പ്രഷർ എപ്പോൾ മറികടക്കുന്നോ ദാറ്റ് ഈസ് ദ റിയൽ ബ്രേക്ക് ഔട്ട്. അല്ലെങ്കിൽ അത് ഫേക്ക് ബ്രേക്ക് ഔട്ട് ആയിരിക്കും. അപ്പോൾ റിയൽ ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ആ ഒരു ഡയമെൻഷനിലേക്ക് പിന്നീട് പോകുമെന്നുള്ളതാണ്. സോ ആ തരത്തിൽ നല്ല രീതിയിലൊരു ബ്രേക്ക് നമുക്ക് വരികയും അടുത്തൊരു ഭാഗത്തേക്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻ നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. സോ ഇതേ സംഭവം വീണ്ടും നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുക. സോ അഗെയിൻ മാർക്കറ്റ് ഗേവ് എ ട്രെൻഡ് ആൻഡ് ഇറ്റ് ഈസ് ട്രൈങ് ടു ബ്രേക്ക് ഔട്ട്. അപ്പോൾ ഇതുവരെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് സംഭവിക്കുമ്പോൾ അതുപോലെ നമ്മൾ ഈ ഒരു ഈ ഒരു സെറ്റപ്പ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യും.
എവിടെയാണോ ഇനി ബ്രേക്ക് ചെയ്യുന്നത് അങ്ങോട്ടേക്ക് ഇത് വരക്കുന്ന തരത്തിൽ. ആൻഡ് ദെൻ വി വിൽ എയിം ദി നെക്സ്റ്റ് ടാർഗറ്റ്, അതായത് 1.618382 എന്ന് പറഞ്ഞിട്ടുള്ള ബോക്സിലേക്ക്. ഓക്കെ, സോ വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ് ബ്രേക്ക്. ബ്രേക്കിൻ്റെ റൂൾ എന്താണെന്ന് നമുക്കറിയാം. ഇത് ചെയ്യണം ഫെയർ വാല്യൂവിന്. ഇപ്പോൾ ഓൾറെഡി ബൈങ് പ്രഷറിലാണുള്ളത്. ചില സമയത്ത് നമുക്ക് മാനിപ്പുലേഷനുള്ള സമയം ഇല്ലാതെ തന്നെ നമുക്ക് അടുത്ത ബ്രേക്കർ വരും. ഓക്കെ, സോ അതുകൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സോ ഇവിടെ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഡോട്ടഡ് ആയി മാറും ഈ ഒരു ലൈൻ കേട്ടോ. അതാണ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ബ്രേക്ക് വന്നു. ഫൈൻ. ഈ ഒരു ഏരിയയിലാണ് നമുക്ക് ബ്രേക്ക് വന്നിട്ടുള്ളത്. ആ ഒരു ഇലക്ഷൻ ക്യാൻഡിലിൻ്റെ ഒക്കെ തൊട്ട് മുമ്പായിട്ട് തന്നെ ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. സോ നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് നമ്മളുടെ ഫിബൊനാച്ചി എക്സ്റ്റൻഷനെ ഒന്ന് നീട്ടി വരയ്ക്കാൻ നോക്കുകയാണ്. ഓക്കെ, ഈ ഒരു ഏരിയയിലേക്ക്. ഇതായിരുന്നു ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. യെസ്, ഇവിടെയാണ് ബ്രേക്ക് വന്നത്. ഇവിടുന്ന് ഇവിടുത്തെ എല്ലാ ലിക്വിഡിറ്റിനെയും എടുത്തിട്ട് തിരിച്ചിങ്ങോട്ടേക്കുള്ള ആ ഒരു ടാർഗറ്റിലേക്ക് എത്തി എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതാണ് ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. നിഫ്റ്റിയുടെ ഒരു പാറ്റേൺ ലോങ് ടേമിലാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് വർക്ക് ആവുന്നത്. അതിൻ്റെ ഒരു എഫിക്കസി റിപ്പോർട്ടാണ് നമുക്കിവിടെ താഴത്ത് കാണാൻ വേണ്ടി പറ്റുന്നത്. അത്യാവശ്യം ഹ്യൂമങ്കസ് ആയിട്ടുള്ള ഒരു റിട്ടേൺ പോസിബിലിറ്റി കാണിക്കുന്നുണ്ട്. ഒരുപാട് ട്രേഡുകൾ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു തരത്തിൽ ഓപ്ഷൻ കോൺട്രാക്ട് കൂടി ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഫ്യൂച്ചർ കോൺട്രാക്ട് കൂടി ആയതുകൊണ്ടാണ് അത്തരത്തിലൊരു എക്സോർബിറ്റൻറ്റ് പെർസെൻറ്റേജ് കാണിക്കുന്നത്. ഓക്കെ, സോ എനിവേ ഈ ഒരു തരത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ദെൻ നമ്മുടെ ടാർഗറ്റ് അടിച്ചിട്ട് താഴേക്ക് വരികയാണ്. ഇവിടുന്ന് സെല്ല് വന്നു. സോ വി ക്യാൻ എക്സ്പെക്ട് എ സെല്ലിംഗ് പ്രഷർ. സോ അത്തരത്തിലാണ്. സോ അതിനുശേഷമാണ് നമുക്ക് ഈ ഒരു ഡീപ്പ് കറക്ഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയത്. അപ്പോൾ നമുക്കറിയാം ഇനി മാർക്കറ്റ് മേലേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് ഒരു ചാൻസ് ഉണ്ടായിരുന്നു. ഈ ഒരു ഫെയർ വാല്യൂവിനെ ബ്രേക്കറായിട്ട് മറികടക്കണമായിരുന്നു, ബ്രേക്ക് ഔട്ട് ചെയ്യണമായിരുന്നു. അതിന് പറ്റിയില്ല. എഗെയിൻ ഇറ്റ് ട്രൈഡ്. ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ മുൻകാലത്ത് നോക്കിയ സമയത്ത് വന്നിട്ടുള്ള അതേ ഒരു സിസ്റ്റം ആണ് ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ഫിബൊനാച്ചി എക്സ്റ്റൻഷനെ നമുക്ക് റീസെൻറ്റ് സ്വിംഗ് ഹൈ, ഇപ്പം ഓൾ ടൈം ഹൈയിലേക്ക് നമ്മൾ റീകണക്ട് ചെയ്ത് വെക്കുകയാണ്. സോ അങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്ക് എന്തുണ്ട്, ഇപ്പോഴത്തെ ഒരു ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ഫ്യൂച്ചേഴ്സ് ചാർട്ടിലാണ് ഇവിടെ ബ്രേക്ക് ആയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. കാരണം വൈക്കോഫിയൻ തിയറി നമുക്ക് ഇവിടെ നോക്കാം. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണണം, പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് ദർ ഈസ് അതർ ഡയമെൻഷൻ ഫോർ ദിസ് ആൾസോ. സോ അതുകൂടി നമ്മളൊന്ന് കാണണം. ഓക്കെ, സോ ഇതാണ് വൈക്കോഫിയൻ തിയറി. ഇവിടെ നമുക്കൊരു മാനിപ്പുലേഷൻ ഇവിടെ ആദ്യം നടന്നു. ഇവിടെയുള്ള റീറ്റെയിലേഴ്സിന് എല്ലാവരെയും ഇങ്ങോട്ട് അക്യുമുലേറ്റ് മീൻസ് എന്താ പറയുക, സ്റ്റോപ്പ് ഹണ്ട് ചെയ്തിട്ട് മാക്സിമം ലിക്വിഡിറ്റി അക്യുമുലേറ്റ് ചെയ്തു. ആൻഡ് ദെൻ ഇറ്റ് ഫോംഡ് എ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ. ഓക്കെ, സോ വലിയ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് അതൊരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ആയിട്ട് തന്നെയാണ് വരുന്നത്. ആൻഡ് ദെൻ നോർമലി ആൻഡ് കൺവെൻഷനലി വാട്ട് വിൽ the smart money do is that it will come down here. ഓക്കെ, ഇവിടെ താഴത്തേക്ക് റീടെസ്റ്റ് ചെയ്തിട്ട് ഇവിടെയുള്ള മാക്സിമം ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ടാണ് ഇവർ മേലേക്ക് പോവുക. അവർ മേലേക്ക് പോവുക എന്ന് പറയുന്നത് നമുക്കറിയാം. അടുത്ത എയിം എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരും അത്യാവശ്യം കാണാപ്പാടം പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, 1.618 എന്ന് പറയുന്ന ഈ ഒരു ലെവലിലേക്കായിരിക്കും. ഓക്കെ, ഈ ഒരു ലെവലിലേക്കാണ് അതിൻ്റെ ടാർഗറ്റ് പോവുക. സോ ഇഫ് ദിസ് ഈസ് എ റിയൽ ബ്രേക്ക് ഔട്ട് എന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ്. റിയൽ ബ്രേക്ക് ഔട്ടിൻ്റെ സ്ട്രക്ചർ തന്നെയാണ്, പക്ഷേ അതിനൊരു ഓപ്പോസിറ്റ് വ്യൂവും കൂടി ഉണ്ട്. ഒരു ബിയറിഷ് വ്യൂവും കൂടി നമ്മൾ അടുത്ത് തന്നെ പ്രസൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊരു ബുള്ളിഷ് വ്യൂ ആയിട്ട് ഇൻടാക്റ്റ് ആയിട്ട് ഇവിടെ വന്ന് ഈ ലിക്വിഡിറ്റി എടുത്ത് ഈ ബോക്സിനെ രണ്ടാമത് മറികടന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ മറികടന്നു കഴിഞ്ഞാൽ വി ക്യാൻ എക്സ്പെക്ട് ഓൾ ദ വേ ടു 30,100 ലെവൽ ഓർ 30,000 അറ്റ്ലീസ്റ്റ്. നിഫ്റ്റി അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഈ ഒരു ഇയർ എൻഡ് ആകുമ്പോഴേക്കൊക്കെ 30,000ലേക്ക് എത്തുന്ന ഒരു നല്ലൊരു പ്രതിഭാസമാവുകയും ഇതേ സെറ്റപ്പുള്ള, അതായത് നിഫ്റ്റിയുടെ ഇതേ സെറ്റപ്പ് തന്നെയാണ് ഒരുപാട് സ്റ്റോക്കുകളും ഫോളോ ചെയ്യുന്നത്. സ്മാർട്ട് മണി എവിടെയുണ്ടോ അവിടെയൊക്കെ ഈ സെറ്റപ്പ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സ്റ്റോക്കുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പറയാം, FIIസിൻ്റെ ബൈങ് ഉണ്ട്, നമ്മുടെ വീക്ക്ലി ബ്രേക്ക്ഔട്ട് വാച്ച് ലിസ്റ്റ് ഉണ്ട്, ബ്രേക്ക്ഔട്ട് കിട്ടിയിട്ടുള്ള വേറെ കുറേ സ്റ്റോക്കുകളുണ്ട്. ഇത് ഏതാണ് ബൈയിങ് പ്രഷർ ഉള്ള സ്റ്റോക്കുകളാണ്. അത്തരത്തിൽ ഒരുപാട് സ്റ്റോക്കുകൾ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, FIIസിന് 10%നേക്കാൾ മുകളിൽ സ്റ്റേക്ക് ഉള്ള കുറേ സ്റ്റോക്കുകളും കൂടി നമ്മൾ ഏകദേശം 300ഓളം സ്റ്റോക്കുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രീമിയം ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും.
പ്രീമിയം ഗ്രൂപ്പിൽ നമ്മൾ യുഎസ് സ്റ്റോക്കുകളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇത്തരത്തിൽ വരുന്ന ഇതേ കണ്ടീഷൻ, അതായത് ലിക്വിഡിറ്റി ലെൻസിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന അത്തരത്തിലുള്ള സ്റ്റോക്ക് ലിസ്റ്റും കൂടി കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. സോ ഇതിലൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് മണി പ്രസൻറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സിദ്ധാന്തം വൈക്കോഫിയൻ തിയറി കറക്റ്റായിട്ട് നടക്കും എന്നുള്ളതാണ്. അതായത് അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഫേസുകൾ. ഇപ്പം സെൻസാർ ടെക്കിൻ്റെ കേസിലൊക്കെ ആണെങ്കിലും നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, മുൻപ് ഇതേ സംഭവം നടന്നിട്ടുണ്ട്. ഓക്കെ, സെൻസാർ ടെക്കിൻ്റെ കേസിൽ നമ്മൾ വീക്കിലി ക്യാൻഡിലേക്ക് എടുക്കുകയാണെങ്കിൽ മുൻപ് നടന്നിട്ടുള്ള ഒരു സംഭവം നമുക്ക് നോക്കാം. ഓക്കെ, സി ഇവിടെ നടന്നിട്ടുണ്ട്. ഇവിടുന്ന് നേരെ വന്നു, ഇവിടെ ബ്രേക്ക് ചെയ്തു, ഫെയർ വാല്യൂവിനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഈ തരത്തിലുള്ള ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് വന്നിട്ടുള്ളത്. ഇവിടെ ഫിബനാച്ചി നമ്മൾ വരക്കുകയാണെന്നുണ്ടെങ്കിൽ സി ഇവിടുന്ന് ബ്രേക്ക് ചെയ്തു, ബ്രേക്കർ ക്യാൻഡിൽ വന്നു, ബൈ പ്രഷർ വന്നു, ആൻഡ് ദെൻ ഇറ്റ് വെൻറ്റ് ഓൾ ദ വേ ടു നമ്മുടെ ഒരു ടാർഗറ്റ് ബോക്സിലേക്ക് 1.618 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൊത്തം ലീഡിങ് ഇൻഡിക്കേറ്റർ ആയിട്ടുള്ള ഒരു ഫിബനാച്ചിയും കൂടി നമ്മളവിടെ സപ്പോർട്ട് എടുക്കുകയാണ്. അപ്പം എൻട്രി നമ്മൾ എടുക്കുന്നത് ബ്രേക്കർ ക്യാൻഡിൽ വിത്ത് എ ബൈങ് പ്രഷർ ഓർ ബ്രേക്കർ ലിക്വിഡിറ്റിയിൽ ഒരു ബൈങ് പ്രഷർ വരുമ്പോഴാണ് എൻട്രി എടുക്കുക. എക്സിറ്റിൽ നമ്മൾ പിന്നെ സിഗ്നൽസ് ഒന്നും നോക്കില്ല, ഓൺലി ഡിസ്ക്രിഷണറിലി വി ആർ ലുക്കിംഗ് ഫോർ ദി 1.382 ഓർ 1.618 ബോക്സ്. സോ കൃത്യമായിട്ട് ഫിബനാച്ചി വരക്കാൻ പറ്റുന്നവർക്കാണ് ഈ ഒരു സ്ട്രാറ്റജി ഇതിലാണെങ്കിലും ഓപ്ഷനിലാണെങ്കിലും നിഫ്റ്റിയിലാണെങ്കിലും ഫോറക്സിലാണെങ്കിലും ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് യു ഹാവ് ടു ലേൺ അബൌട്ട് ഫിബനാച്ചി ആൻഡ് ദെൻ യു ക്യാൻ ലേൺ അബൌട്ട് ലിക്വിഡിറ്റി ലെൻസ്. ഓക്കെ, സോ അത്തരത്തിലാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റോക്ക് കാണിച്ചു തന്നാണ്. അതുപോലെ തന്നെ മറ്റ് സ്റ്റോക്ക് ആണെങ്കിലും അതിലുണ്ട്. അത്തരത്തിൽ ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. കാരണം സ്മാർട്ട് മണി ഉള്ളിടത്താണ് ഇത് പ്രസൻറ്റ് മീൻസ് വർക്ക് ആവുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, സോ ബാക്ക് ടു നിഫ്റ്റി അനാലിസിസ്. നമ്മൾ കണ്ടിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ടൈം ഫ്രെയിമിൽ എങ്ങനെ ആണ് വരച്ചിട്ടുള്ളത്. സോ ഇതൊരു സക്സസ്ഫുൾ സംഭവമാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിലൊരു മാനിപ്പുലേഷനും ഒന്നും ഇല്ല, ഇനി നടക്കാൻ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ വി ക്യാൻ എക്സ്പെക്ട് നിഫ്റ്റി ഇൻ 30,000 വെരി സൂൺ. ഇനി അതല്ല, ഇതിനൊരു ഓപ്പോസിറ്റ് സംഭവമുണ്ട്. അപ്പോൾ ഇതിനോടകം തന്നെ നമ്മൾ ഒരുപാട് ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ SMC കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ വൈക്കോഫ് ഓർ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ എന്തുണ്ട്, എനിക്കിപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇതിനൊരു ബിയറിഷ് വശം കൂടിയുണ്ട്. സോ അറ്റ് പ്രസൻറ്റ് ദ ബിയറിഷ് സ്റ്റോറി ഈസ് റണ്ണിങ്. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവും, ഇതാണ് ലേറ്റസ്റ്റ്. ഓക്കെ, ഇതിന് മുമ്പ് ഉണ്ടായിരുന്നത് ഇങ്ങനെയാണ് ഇവിടുന്ന്. ഓക്കെ, ഇവിടെ ഫെയർ വാല്യൂ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് നേരെ 1.318 എന്ന് പറയുന്ന ഏരിയയിലേക്ക് വന്നു. ഇത് മുമ്പത്തെ ട്രെൻഡ്. ഓക്കെ, നമുക്ക് റീപ്ലൈ ചെയ്യുകയാണെങ്കിൽ ചെയ്യാം. ഇവിടെ ആ ഒരു സ്റ്റോറി ഇവിടെ റൺ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ബിയറിഷ്നെസ് ഇവിടെ സെൽ ചെയ്തു, ഇവിടെ മാനിപ്പുലേറ്റ് ചെയ്തു, ആൻഡ് ദെൻ ഇറ്റ് ഈസ് ഓൾ ദ വേ കെയിം ടു അവർ ടാർഗറ്റ് ആൻഡ് ബോക്സ്, ആൻഡ് ദെൻ ഈ ഒരു റീട്രേസ്മെന്റ് കൊടുത്തു. സോ ഇതൊക്കെ ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ടൈം ഈ ഒരു ലിക്വിഡിറ്റി അനാലിസിസിലൂടെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു, റീട്രേസ്മെന്റ് ആണ് വരുന്നത്, ബ്രേക്ക് ഔട്ട് ആയിട്ടില്ല, ശ്രദ്ധിക്കണം എന്നുള്ളത്. സോ ഇപ്പോഴും പറയുന്നത് സെയിം സ്റ്റോറി തന്നെയാണ്. ഇതൊരു ബിയറിഷ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ യു ക്യാൻ സി ദിസ് ഈസ് ക്വാളിഫൈങ് എന്താണ്, ഒരു മാനിപ്പുലേഷൻ്റെ ക്വാളിഫിക്കേഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ താഴെ കണ്ടു. ഓക്കെ, താഴത്തേക്ക് പോവുക. താഴത്തേക്ക് ഫസ്റ്റ് കേസിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തപ്പോൾ ഇവിടെ ഒരു മാനിപ്പുലേഷൻ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു, കണ്ടില്ലേ, ഒരു സെൽ എന്ന് പറഞ്ഞിട്ടൊരു മാനിപ്പുലേഷൻ നമ്മളിവിടെ ശ്രദ്ധിച്ചിരുന്നു. ഓക്കെ, സോ ദിസ് ഈസ് ആക്ച്വലി ദിസ് ഈസ് എ ഹിസ്റ്ററി ദാറ്റ് ക്യാൻ ബി റിപ്പീറ്റഡ്. ഓക്കെ, സോ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇത് ബിയേഴ്സ് സൈഡിലേക്കുള്ള കൂടുതൽ ഒഴുക്കിന് വേണ്ടിയിട്ടുള്ള ഒരു മാനിപ്പുലേഷൻ ആവാൻ സാധ്യതയുണ്ട്. സോ നമുക്കറിയാം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബിയറിഷ് സൈഡിലേക്ക് വരുന്ന അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് വി നോ ഇറ്റ് വിൽ ബി മാക്സിമം ഓഫ് 1 ഇത് എന്ന് പറയുന്ന ആ ഒരു ലെവൽ. അങ്ങനെ ഞാനൊരു റെഡ് മാർക്കിലേക്ക് എടുത്തു. അങ്ങനെ നോക്കുന്ന സമയത്ത് അത് എത്തുന്നത് ഈ ഒരു ബോക്സിലേക്കാണ്, അതായത് പ്രീവിയസ് ബ്രേക്ക് നടന്നിട്ടുള്ള ഈ ഒരു ഏരിയയിലേക്കാണ് എത്തുന്നത്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ നമ്മുടെ 1.318 എന്ന് പറയുന്ന ആ ഒരു ഏരിയ, ഈ ഒരു ബോക്സിൽ. ഇങ്ങനെ ഇത്തരം ഏരിയകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പ്രീവിയസ്ലി ബ്രേക്ക് ചെയ്തിട്ടുള്ള ബ്രേക്കർ ലിക്വിഡിറ്റിയാണ്. സോ അത് ടെസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടി കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. സോ നിഫ്റ്റിയുടെ കേസിലാണെങ്കിലും ലോങ് ടേം പോർട്ട്ഫോളിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ കേസിലാണെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. ബിക്കോസ് ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്യാനുള്ളത് ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഈ ഒരു ബോക്സ് മറികടന്ന് എന്ന് വിചാരിക്കുക, സെല്ലേഴ്സ് ആ ഒരു ബോക്സ് സെല്ലേഴ്സ് മറികടന്നു കഴിഞ്ഞാൽ വി ക്യാൻ എക്സ്പെക്ട് നിഫ്റ്റി ഇൻ ദിസ് ഏരിയ, അതായത് 20,200 അല്ലെങ്കിൽ 19,800 എന്നൊക്കെ പറയുന്ന ആ ഒരു ലെവലിലേക്ക് നമുക്ക് നിഫ്റ്റിയെ കാണാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ്. അതിന് മറ്റൊരു റീസൺ, ഞാൻ നേരത്തെ പറയുന്ന ഒരു റീസൺ ഉണ്ട്. നിഫ്റ്റിക്ക് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്യാപ്പ് ഉണ്ട്, മുമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത സമയത്ത് ഇവിടെ വലിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് പോയത്. ഓക്കെ, സോ ആ ഗ്യാപ്പുകൾ നിഫ്റ്റിക്ക് ഇനി ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ
സി വലിയൊരു ഗ്യാപ്പാണിത്. ഈ ഗ്യാപ്പ് നിഫ്റ്റിക്ക് ഇനി ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ, മേലെ പോകുന്നതിന് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മളെ 1.382 ആ ഗ്യാപ്പ് കിടക്കുന്നത്. സോ അത് ഫില്ല് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഉണ്ടല്ലേ, ഇവിടെ വരച്ച് നമ്മൾ. സോ അത് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിഫ്റ്റിക്ക് ഏറ്റവും അടുത്ത് കിട്ടുന്ന ഒരു സമയം ഇതായതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇതൊരു മാനിപ്പുലേഷൻ ആണോ എന്ന് ഭയക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ചെയ്യാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ചാടി കയറി ഇത് ബ്രേക്ക് ഔട്ട് ആണെന്ന് വിചാരിക്കരുത്. ഇപ്പോൾ ഈ ടൂൾ കയ്യിലുള്ള ഒരുപാട് പേരുണ്ട്. പലരും എനിക്ക് മെസ്സേജ് അയച്ചു, നിഫ്റ്റിയിൽ ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ടല്ലോ നമ്മളെ കണ്ടീഷൻ പ്രകാരം എന്നൊക്കെ പറഞ്ഞിട്ട്. ബട്ട് ദാറ്റ് ഇസ് നോട്ട് ദ കണ്ടീഷൻ. ഇങ്ങനെ ഒരു ബിയർ സ്റ്റോറി കൂടി ഉണ്ട്. സോ അതുകൂടി നമ്മൾ എന്ത് ചെയ്യണം, വായിച്ചിട്ട്, ആ സ്റ്റോറി കൂടി വായിച്ചിട്ട് കൺഫേം ചെയ്യണം. സോ സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇങ്ങോട്ടേക്ക് താഴെ വന്ന് ഈ ബോക്സിൽ നിന്ന് ഒരു സെല്ലിംഗ് പ്രഷർ കൂടി വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു സെല്ലിംഗ് ലിക്വിഡിറ്റി ഉണ്ടാക്കിയിട്ട് ആ ലിക്വിഡിറ്റിയെ, അതായത് ഫെയർ വാല്യൂ ലിക്വിഡിറ്റിയെ സെല്ലേഴ്സ് മറികടക്കുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ എക്സ്പെക്ട് എ ഫർദർ ബ്രേക്ക് ഡൗൺ. ഇനി അതല്ല, ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബോക്സിന് പുറത്തേക്ക് വെളിയെ ചാടുകയാണ് ബയേഴ്സ് എന്നുണ്ടെങ്കിൽ എന്തുണ്ട്, ആ ഒരു ട്രെൻഡ് നമുക്ക് കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് വേണ്ടി പറയാൻ വേണ്ടി പറ്റും, ആൻഡ് വിൽ ബി ബുള്ളിഷ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്, യു ഹാവ് ടു അക്യുമുലേറ്റ് മാക്സിമം ക്യാഷ് ആൻഡ് ഐഡന്റിഫൈ ഗുഡ് ക്വാളിറ്റി ട്രെൻഡിങ് സ്റ്റോക്സ് ലൈക്ക് ദീസ്. നമ്മൾ 300ഓളം എണ്ണം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ നമ്മളുടെ ഈ ഒരു ക്രൈറ്റീരിയ കാണുന്ന അത്യാവശ്യം നല്ല വീക്ക്ലി ടൈം ഫ്രെയിം എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ പർപ്പിൾ ഫെയർ വാല്യൂ കാണും. അപ്പോൾ ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഫെയർ വാല്യുവേഷൻ തിയറി വെച്ചിട്ടാണ്, വാല്യുവേഷൻ തിയറികൾ വെച്ചിട്ടാണ്. അപ്പം നമുക്കറിയാം ലാർജർ ടൈം ഫ്രെയിം അല്ലെങ്കിൽ വീക്കിലി മന്ത്ലി നോക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു ഫണ്ടമെന്റൽ വാല്യൂ എത്രയാണെന്നുള്ളത് കാണാൻ പറ്റും. സോ അത്തരം ഏരിയയിൽ വന്ന് കിടക്കുന്ന സ്റ്റോക്കുകൾ നമുക്ക് ഇതേ ഒരു വൈക്കോഫിയൻ ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള അടുത്ത ബുൾ റൺ നമുക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. സോ നൗ ബി പേഷ്യൻ ആൻഡ് യുനോ അറ്റ്ലീസ്റ്റ് വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ഇതിങ്ങോട്ട് വരുന്നുണ്ട് ആൻഡ് ദെൻ കമ്മിങ് ഔട്ട് ഓഫ് ദ ബോക്സ്. ആൻഡ് ഇവിടെ ഒരു ഫെയർ വാല്യൂ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. സോ അതുകൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ കൺഫർമേഷൻ ആയി, ആൻഡ് വി ക്യാൻ എയിം നെക്സ്റ്റ് ബുൾ റൺ. ഓക്കെ, സോ നമുക്ക് ഇതൊരു വെയിറ്റിംഗ് പീരീഡ് ആണ്. മാക്സിമം ലേൺ ചെയ്യാൻ വേണ്ടി നോക്കുക. ദിസ് വിൽ പ്ലേ ഔട്ട് ഇൻ അനദർ 1 or 2 month മാക്സിമം. ഓക്കെ, ഈ ഡെയിലി ക്യാൻഡിൽ വെച്ച് നോക്കുകയാണെങ്കിൽ മിക്കവാറും ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ക്ലിയർ ആവും എന്താണ് അടുത്ത സ്റ്റോറി എന്നുള്ളത്. ഇവിടെ വന്നിട്ട് ചിലപ്പം തിരിച്ചു പോകാനായിരിക്കും, അല്ലെങ്കിൽ അടുത്ത ഒരു ബിയറിഷ്നെസ് എടുത്തിട്ട് മാക്സിമം ഇവിടെ സപ്പോർട്ട് എടുക്കാനായിരിക്കും. സോ ഐ എം എക്സ്പെക്ടിങ് ഐ തിങ്ക് ദാറ്റ് ഇനി താഴെ പോയി കഴിഞ്ഞാലും മാക്സിമം ഇനി ഇവിടെ വരെ പോകാനുള്ളൂ എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റോക്കുകളിൽ ഓൾറെഡി നല്ല രീതിയിൽ കറക്ഷൻ വന്നിട്ടുണ്ട്. സോ ഇതേ സ്ട്രക്ചറുള്ള സ്റ്റോക്കുകളുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ GRSC കണ്ടിട്ടുണ്ട്, GRSC അതുപോലെ തന്നെ മസിഡോക്ക്. ഇപ്പം മസ്ഡോക്കിൽ GRSCയിലൊക്കെ ആണെങ്കിൽ ഇതേ സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി ഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കുക, GRSCയുടെ പാസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ സ്ട്രക്ചർ പല തവണ ഇത് പ്ലേ ഔട്ട് ചെയ്തിട്ടുള്ള സ്ട്രക്ചറാണ്. വൈക്കോഫിയൻ സ്ട്രക്ചർ അല്ലെങ്കിൽ ICT-SMC നമ്മളുടെ ലിക്വിഡിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്ന സംഭവം. അത് അത്യാവശ്യം നല്ല രീതിയിലാണ് കഴിഞ്ഞ പ്രാവശ്യം അത് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഫുൾ ബ്രേക്ക് ഔട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ബ്രേക്ക് ചെയ്തതിന് ശേഷം C4 വരെ, ഫിബൊനാച്ചിയുടെ 4 വരെ കൃത്യമായിട്ട് 2.26% ഇൻ 92 ഡേയ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ അതേ സ്ട്രക്ചർ വീണ്ടും പ്ലേ ഔട്ട് ചെയ്യാൻ പോവാണ് ഈ ഒരു സ്റ്റോക്കിൽ. ഓക്കെ, ഇതൊരു റെക്കമെൻഡേഷൻ അല്ല, ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു പ്ലേ ഔട്ട് എങ്ങനെയാണെന്നുള്ളത് കാണിക്കുകയാണ്. ഓക്കെ, അതിൻ്റെ ഒരു എഫിക്കസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ആ ഒരു സിസ്റ്റം വന്നിട്ടുണ്ട്. ദെൻ യു ക്യാൻ സി ബൈ പ്രഷർ വന്നിട്ടുണ്ട്, ആൻഡ് ദെൻ ഫെയർ വാല്യൂ ലിക്വിഡിറ്റി ബ്രേക്കറും സംഭവിച്ചിട്ടുണ്ട്. സോ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് നിഫ്റ്റി ഇനി നേരത്തെ പറഞ്ഞ പോലെ താഴത്തേക്ക് പോയാലും ഇവിടെ ഉള്ള ഈ ഒരു ലിക്വിഡിറ്റി ബോക്സിൽ ഇത് അക്യുമുലേറ്റ് ചെയ്തിട്ട് മാക്സിമം പവർ എടുത്തിട്ടാണ് അടുത്തൊരു ബ്രേക്ക് ഔട്ട് ഇത് കൊടുക്കാൻ വേണ്ടി സാധ്യതയുള്ളത്. സോ ഈ ബോക്സിൽ നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം ക്വാണ്ടിറ്റി കളക്ട് ചെയ്യാം അലോങ് വിത്ത് ദി ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ ഈ ഒരു സ്റ്റോക്കിൻ്റെ കേസിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ പാർട്ടിസിപ്പേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, DIIs ആണെങ്കിലും FIIs ആണെങ്കിലും നല്ല രീതിയിൽ അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. സോ അക്യുമുലേഷൻ എന്ന് നമ്മളിവിടെ ചാർട്ടിൽ കാണുമ്പോൾ അതിൻ്റെ തെളിവ് നമുക്ക് സെബി തരുന്നുണ്ട്. സെബിൻ്റെ ഇതിൽ വേണമെങ്കിൽ നമുക്ക് ആ ഒരു സംഭവം കൂടി ഒന്ന് ചെക്ക് ചെയ്ത് കളയാം. കഴിഞ്ഞ ക്വാർട്ടറിൽ GRSC നടന്നിട്ടുള്ളത് നമ്മളുടെ കയ്യിൽ, റീറ്റെയിലേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ്. DIIs 1.86 ഉള്ളത് 1.93 ആക്കിയത്, 90 ആക്കിയത്. FIIsൻ്റെ 3.71 ഉള്ളത് 3.85 ആക്കിയത്. അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ വിൽക്കുമ്പോൾ വാങ്ങിക്കുന്നത് FIIസും DIIസും ആണെങ്കിൽ യു ആർ ട്രാപ്പ്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ നിന്ന് അവർ നല്ല രീതിയിൽ ട്രാപ്പിൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് സാധനം വാങ്ങിയിട്ടുണ്ട്. ദ സ്റ്റോറി ഈസ് ക്ലീൻ ഹിയർ. ഞാൻ ആ വൈക്കോഫിയൻ ബോക്സിൽ പറയുന്ന സ്റ്റോറി നിങ്ങൾക്ക് ഇവിടെയൊക്കെ പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ കണ്ടന്റിനെ വെറുതെ വന്നിട്ട് എന്തെങ്കിലും പറയുന്ന ആൾക്കാരോടാണ്. നിങ്ങൾ ആരുടെ സ്ലീപ്പർ സെൽസ് ആണെന്ന് എനിക്ക് അറിയില്ല. ഇനിയിപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലാവാത്തതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, ഇത് റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് ചെയ്യുന്ന കണ്ടന്റുകളാണ്. മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി നോക്കുക, അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് സംസാരിച്ചിട്ട് എന്താ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുക. ഓക്കെ, സോ ഇനി അതല്ല എന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് മാത്രം ചെയ്യുന്ന ഒരു കോണ്ടന്റ് മേക്കറാണ്. അപ്പം അത് നിങ്ങളുടെ ലീഗ് അല്ല എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആ ലീഗിൽ പെട്ട ആളല്ല എന്നുണ്ടെങ്കിൽ ഇറങ്ങിപ്പോവുക. ഒരു കുഴപ്പമില്ല. ഓക്കെ. ഉള്ള വ്യൂവർഷിപ്പ് മതി എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ ആൻഡ് വിൽ സീ യു വിത്ത് അനദർ ഗുഡ് അനാലിസിസ് ഓൺ നിഫ്റ്റി ആൻഡ് അതർ അസെറ്റ്സ് സൂൺ. ബൈ ബൈ.